ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒറ്റ കട്ടിങ്ങിൽ പോക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ചുരിദാറാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ ഒരു ചുരിദാർ സെറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുർത്തിയിലായാലും ഇതുപോലെ തന്നെ പോക്കറ്റ് വെച്ച് കൊടുക്കാം. ഇതൊരു ക്രഷ്ഡ് ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ അതിന് ചേരുന്ന ഒരു ലൈനിങ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ക്ലോത്ത് 4 നമ്മൾ സാധാരണ ചുരിദാറിന് മടക്കിയിടുന്ന അതേ രീതിയിൽ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 40.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്യുക. ഷോൾഡർ എനിക്കിവിടെ വരുന്നത് 6.25 ഇഞ്ചാണ്. ആ 6.25 ഇഞ്ച് ഞാൻ മുകളിലും താഴെയും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ച് ആം ഹോളിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് 40 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റ് വിഡ്ത്ത് വരുന്നത്. അതിന് നമ്മൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ച് ഞാനിവിടെ 15 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് ഇടുന്നത്. ഞാനിവിടെ സ്ലിറ്റ് ടൈപ്പ് കുർത്തിയാണ് ചെയ്യുന്നത്. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 21 ഇഞ്ചാണ്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ വിഡ്ത്ത് എനിക്കിവിടെ വരുന്നത് 9 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 10.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എനിക്കിവിടെ വരുന്നത് 10.5 ഇഞ്ചാണ്. 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പ് ഇടുന്നത്. അപ്പോൾ 11.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തു. ഇനി ചെസ്റ്റ് വിഡ്ത്തും വേസ്റ്റ് വിഡ്ത്തും സ്ലിറ്റ് വിഡ്ത്തും ഒരുമിച്ച് ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കുക. താഴെ ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ബോട്ടം വിഡ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 12.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 13.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഈ 13.5 ഇഞ്ച് എടുത്ത ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഞാനിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ നമ്മളിതുപോലെ വരച്ചു കൊടുക്കുക. ഈ സ്ലിറ്റ് വിഡ്ത്തും ബോട്ടം വിഡ്ത്തും തമ്മിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ കോർണറിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്തു നിന്ന് 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കാനായിട്ട് ഇപ്പോൾ വരച്ചതിൻ്റെ തൊട്ട് താഴെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 3.5 ഇഞ്ച്. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കുക. ഇനി നമുക്ക് മെയിനായിട്ടുള്ള പോക്കറ്റ് മാർക്ക് ചെയ്യണം. അതിന് നമ്മൾ വേസ്റ്റിൻ്റെ വിഡ്ത്തും സ്ലിറ്റിൻ്റെ വിഡ്ത്തും നമ്മളിതുപോലെ ആ ഷേപ്പ് ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ മാർക്കിങ്ങിൻ്റെ ഇടയിലാണ് നമുക്ക് പോക്കറ്റ് വരേണ്ടത്. ഇനി നമ്മൾ മുകളിൽ നിന്നും ടേപ്പ് പിടിച്ച് നമുക്കൊരു ഞാനിവിടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ ഒരു 15.5 ഇഞ്ചിലാണ് ഞാൻ പോക്കറ്റിൻ്റെ മാർക്കിങ് ചെയ്തെടുക്കുന്നത്. 15.5 ഇഞ്ചിൽ ഞാനിതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ആ ഷേപ്പിൽ നമുക്ക് പോക്കറ്റിന് എന്തോരം ഇത് വേണം, വിരിവ് വേണം, അതനുസരിച്ച് ആ ഷേപ്പിൽ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ പോക്കറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷേപ്പിലാണ് ഞാനിവിടെ പോക്കറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഷോൾഡർ സ്ലോപ്പ് തൊട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. പോക്കറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ചുറ്റും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ പോക്കറ്റ് നമുക്കിവിടെ 4 പീസാണ് നമുക്കിവിടെ പോക്കറ്റ് വരുന്നത്. ഇപ്പോൾ 2 സൈഡ് വശത്തും നമുക്ക് പോക്കറ്റ് വരും. ആ രീതിയിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. മുകൾ ഭാഗം ഫോൾഡഡ് ആണ്. ആ ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്യുക. നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച് വരച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു ആലില ഷേപ്പിലുള്ള നെക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിവിടെ ആം ഹോൾ കർവിൻ്റെ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഞാൻ ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ പകുതി വരെ വരച്ചെടുക്കുക. അതിനുശേഷം ഇത് ആം ഹോൾ കർവിൻ്റെ സ്കെയിൽ തിരിച്ചു വെച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് അറ്റത്തേക്ക് നമ്മൾ ഇതുപോലെ വരച്ച് ഷേപ്പ് വരച്ചെടുക്കുക. ഇനി ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു യു ഷേപ്പാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇനി ബാക്ക് പാർട്ട് നമുക്ക് മാറ്റിയിടാം. ഇനി ഫ്രണ്ട് പാർട്ടിൽ ആ നെക്കും ആം ഹോൾ കർവും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത പീസാണ് നമ്മൾ സ്ലീവിനായിട്ട് എടുത്തിരിക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 10 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് സ്ലീവിൻ്റെ ആം ഹോൾ റൗണ്ട് 9.5 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ആ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ 3.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇതുപോലൊരു ഷേപ്പ് നമ്മളിവിടെ വരച്ചെടുത്തു. ഇനി സ്ലീവിൻ്റെ കൈവണ്ണം വരുന്നത് ഒരു 6 ഇഞ്ച്, തയ്യൽത്തുമ്പായിട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിതുപോലെ സ്ലീവിൻ്റെ ആ ഷേപ്പ് വരച്ചെടുത്തു. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് 2 പീസും ഒരുമിച്ച് നിവർത്തി വെച്ച് കൊടുക്കുക. നിവർത്തി വെച്ചതിന് ശേഷം ഒരു സൈഡ് വശം മാത്രം കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. ആ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പോക്കറ്റിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ലൈനിങ് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ആ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പോക്കറ്റിൻ്റെ ഭാഗം കുറച്ചാണ് എനിക്കിവിടെ ലൈനിങ് വന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പോക്കറ്റിൻ്റെ ഭാഗം ലൈനിങ് ഇല്ലാതെ അത് ഒഴിവാക്കി. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് കുർത്തിയുടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ നല്ല വശത്തേക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു. ഇനി നെക്കിൻ്റെ ഭാഗത്ത് ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇനി ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ബാക്ക് നെക്കും നമ്മളിവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ അരികുവശം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവ് സെൻറ്ററിൽ നിന്നും നമ്മൾ 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിൽ വെച്ച് നമ്മൾ സ്റ്റിച്ചിങ് നിർത്താം. ഞാനിവിടെ 2 സ്ലീവും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് പോക്കറ്റ് വരുന്ന ഭാഗം വരെ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് പോക്കറ്റിൻ്റെ ഉൾ സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ സ്ലിറ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അതുപോലെ തന്നെ 2 സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മളിവിടെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ലൈനിങ്ങിൽ നമുക്ക് സ്റ്റിച്ച് വരുന്നില്ല. അപ്പോൾ ആ ഭാഗം ഒന്ന് 2 ചെറുതാക്കി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാൻ സൈഡ് വശം സ്റ്റിച്ച് ചെയ്തു. ഞാൻ ആ ലൈനിങ്ങിൻ്റെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പോക്കറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലിറ്റ് സാധാരണ നമ്മൾ സ്ലിറ്റ് 2 മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി താഴെ 2 മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പോക്കറ്റൊക്കെ വെച്ച് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ചുരിദാർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സൈഡിലും നമുക്കിവിടെ പോക്കറ്റ് വരുന്നുണ്ട്. ഈ സൈഡിൽ നമുക്കിവിടെ പോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും നമുക്ക് പോക്കറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു ക്രഷ്ഡ് ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.